Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. ഒരു കൊച്ചു സജഷൻ പറയാനുണ്ട്. നമുക്ക് കറണ്ട് അഫെയർസ് കിട്ടാനായിട്ട് ആകാശവാണി ന്യൂസിലെ അത് ഡെയിലി കേൾക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതിനകത്ത് നമുക്ക് മന്ത്രിമാരുടെ പേരും പിന്നെ കറണ്ട് അഫെയർസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയും. അത് നമ്മൾ മറ്റുള്ള ചാനലുകളിലൊക്കെയുള്ള ന്യൂസ് കേൾക്കുന്നേക്കാളും ആകാശവാണി കൂടെ കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് 10 മിനിറ്റ് കേട്ടാൽ മതി, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. ഒന്നുകിൽ റേഡിയോ ഉള്ളവർ അങ്ങനെ കേൾക്കുക, അല്ല എങ്കിൽ യൂട്യൂബിലുണ്ട്. അങ്ങനെ കേൾക്കുന്നത് നന്നായിരിക്കും. എൻ്റെ അനുഭവമുണ്ട്, അതുകൊണ്ട് പറയണതാണ്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം കേട്ടാൽ മതി. 10 മിനിറ്റ് കേട്ടാൽ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. പറ്റുമെങ്കിൽ ഒരു ചെറിയ നോട്ട് അതിന് പ്രിപ്പയർ ചെയ്താൽ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെക്ഷൻ 38, 39 ദേവിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എ സൊസൈറ്റി ഹാസ് എ ചാർജ് ഓൺ ദ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റ്സ്, ഡിവിഡൻസ് or profits of a member for answer debt or outstanding demand owed to society. ഒരു സൊസൈറ്റിക്ക് അംഗത്തിൻ്റെ ഷെയർസ്, ഡെപ്പോസിറ്റ്സ്, ഡിവിഡൻസ് അഥവാ ലാഭവിഹിതം അല്ലെങ്കിൽ ലാഭം എന്നിവയിൽ ഇനി പറയുന്നവയ്ക്ക് ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഡെറ്റാകാം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നൽകാനുള്ള കുടിശ്ശികയ്ക്ക് ഇതായിട്ടായിരിക്കാം. Question number 2. Who cannot claim a charge on society's reserve fund unless they are the sole creditor? Answer financing bank. അതായത് സോൾ ക്രെഡിറ്റർ അല്ലാത്ത പക്ഷം ആർക്കാണ് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടിൽ നിന്ന് ചാർജ് ക്ലെയിം ചെയ്യാൻ കഴിയാത്തത്? അത് ഫിനാൻസിങ് ബാങ്കിനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് സാധാരണയായി ആർക്കും പിടിച്ചെടുക്കാനോ അവകാശം സ്ഥാപിക്കാനോ കഴിയില്ല. പക്ഷേ ഫിനാൻസിങ് ബാങ്കിന് മാത്രം അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ സൊസൈറ്റി ക്യാൻ സെറ്റ് ഓഫ് ഡ്യൂസ് ഓഫ് എ മെമ്പർ എഗനിസ്റ്റ്. ആൻസർ എനി സം പേയബിൾ ടു ദി മെമ്പർ. അംഗത്തിൻ്റെ കുടിശ്ശിക സൊസൈറ്റി പിടിച്ചെടുക്കുന്നത് അംഗത്തിന് സൊസൈറ്റി നൽകേണ്ട ഏതെങ്കിലും തുകയിൽ നിന്നാവാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ആസ് പെർ സെക്ഷൻ 39 സബ്സെക്ഷൻ 1, ദ ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓഫ് എ മെമ്പർ ഇൻ ദ സൊസൈറ്റീസ് ക്യാപിറ്റൽ. ആൻസർ cannot be attached under any court order. സെക്ഷൻ 39(1) പറയുന്ന സൊസൈറ്റിയുടെ ക്യാപിറ്റലിന്മേൽ മെമ്പർ അംഗത്തിനുള്ള ഷെയർ ഏതൊക്കെ കോർട്ട് ഓർഡർ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. റിസർവ് ഫണ്ട് ഓഫ് എ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 57 ഈസ്. ആൻസർ നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. അതായത് സെക്ഷൻ 57 പ്രകാരം വച്ചിരിക്കുന്ന റിസർവ് ഫണ്ടുകൾ, സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടുകൾ ഒരു രീതിയിലും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൂ ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ക്ലെയിമിംഗ് റൈറ്റ്സ് ഓവർ എ മെമ്പേഴ്സ് ഷെയർസ് ഡ്യൂറിങ് ഇൻസോൾവൻസി? ആൻസർ റിസീവർ അണ്ടർ ഇൻസോൾവൻസി ലോ. അതായത് ഇൻസോൾവൻ്റ് ആവുന്ന അവസ്ഥ, പാപ്പരാകുന്ന അവസ്ഥയിൽ ഒരു അംഗത്തിൻ്റെ ഓഹരികളിൽ അവകാശങ്ങൾ അവകാശപ്പെടുന്നതിൽ നിന്ന് ആർക്കാണ് വിലക്കുള്ളത്? അത് റിസീവർക്കാണ്. റിസീവർക്ക് ഇൻസോൾവൻസി ലോ പ്രകാരം അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാം. സെക്ഷൻ 40. എക്സംഷൻ ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. സെക്ഷൻ 40 subsection 1. The government may, by notification in the Gazette, remit in respect of any class of societies: A. The stamp duty chargeable under the Kerala Stamp Act 1959 in respect of any instrument executed by or on behalf of a society or by an officer or member thereof and relating to the business of such society
or any class of such instruments or in respect of any award or order made under the Act in cases where, but for such remission, the society, officer or member, as the case may be, would be liable to pay such stamp duty. B. Any fee payable under any law for the time being in force relating to the registration of documents or court fees. സഹകരണ സംഘങ്ങളുടെ പ്രിവിലേജസ് ആണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 40 പറയുന്നത് ചില നികുതികൾ, ഫീസ്, കടമകൾ എന്നിവയിൽ നിന്നും സൊസൈറ്റിക്ക് ഇളവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്ഷൻ 40(1) പറയുന്നത് സർക്കാരിന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങൾക്കോ ചില നികുതികളും ഫീസുകളും ഒഴിവാക്കി കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമതായി പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി. 1959 കേരള സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? ഏതെങ്കിലും സഹകരണ സംഘം, അതിൻ്റെ ഓഫീസർമാർ, അംഗം എന്നിവരുടെ പേരിലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ തയ്യാറാക്കിയ രേഖകളിന്മേൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹകരണ സംഘത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അവാർഡ്, ഓർഡർ എന്നിവയ്ക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടതില്ല. സാധാരണയായിട്ട് ഇത് നൽകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ ഈ ഗസറ്റ് വിജ്ഞാപനം ഇറക്കി അതിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നു. അതുപോലെ മറ്റു നിയമങ്ങൾ പ്രകാരം രേഖകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ്, കോടതി ഫീസ് എന്നിവയും സർക്കാരിന് ഒഴിവാക്കി കൊടുക്കാനായിട്ട് കഴിയും. നമ്മൾ ഒറ്റവാക്യത്തിൽ പറയുകയാണെങ്കിൽ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച ചില രേഖകൾ, ഉത്തരവുകൾ, കേസുകൾ എന്നിവയിൽ സാധാരണയായി അടയ്ക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, കോടതി ഫീസ് എന്നിവ സർക്കാരിന് ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 40 subsection 2. The government may, by notification in the Gazette, exempt any class of societies from taxes on agricultural income, sale or purchase of goods, and professions, trades, callings and employments. സെക്ഷൻ 40(2) പറയുന്നത് ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് സഹകരണ സംഘങ്ങളെ കൃഷി വരുമാന നികുതിയിൽ നിന്നും, അതുപോലെ വിൽപ്പന വാങ്ങൽ നികുതിയിൽ നിന്നും, പിന്നെ തൊഴിൽ വ്യവസായ നികുതികളിൽ നിന്നും ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. Section 40 subsection 1. Government may, by Gazette notification, remit for societies stamp duty under Kerala Stamp Act 1959 on instruments executed by, for societies, officers or members relating to society business, fees payable under any law relating to registration of documents or court fees. Section 40 subsection 2. Government may, by Gazette notification, exempt societies from taxes on agricultural income, sale or purchase of goods, professions, trades, callings and employments. ഇനി ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. വേൾഡ് ആൻറ്റി ടൊബാക്കോ ഡേയ്സ് ഒബ്സർവ്ഡ് ഓൺ. ആൻസർ May 31. നെക്സ്റ്റ്, മീനിങ് ഓഫ് റിഗ്രറ്റ്. ആൻസർ ഫീൽ സാഡ് അല്ലെങ്കിൽ റിപ്പൻഡൻറ്റ്, പശ്ചാത്താപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16 women working 7 hours a day will complete a job in 48 days. How many women are needed to complete the same job in 32 days working 12 hours a day? 48 ദിവസം കൊണ്ട് 7 മണിക്കൂർ വീതം 16 സ്ത്രീകൾ ചെയ്യുന്ന ജോലി 32 ദിവസങ്ങൾ കൊണ്ട് 12 മണിക്കൂർ വെച്ചിട്ട് എത്ര സ്ത്രീകൾ ചെയ്താൽ ആ വർക്ക് തീരുമെന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഇവിടെ M എന്ന് പറയുന്നത് മാൻ പവർ, D ഡേയ്സ്, T
50 ടൈം. അത് ആദ്യം ചെയ്തതിന് M1 D1 T1, രണ്ടാമതുള്ളത് M2 D2 T2. അതായത് M1 ഇൻറ്റു D1 ഇൻറ്റു T1 ഈസ് ഈക്വൽ ടു ആണ് M2 ഇൻറ്റു D2 ഇൻറ്റു T2. ഇവിടെ അതാത് വാല്യൂസ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് M2 ആണ്. അതായത് രണ്ടാമത് ചെയ്യേണ്ട വർക്കിലെ മാൻ പവറാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ M2 ഈസ് ഈക്വൽ ടു M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോർമലായിട്ടും M1 ഇൻറ്റു D1 ഇൻറ്റു T1 ഡിവൈഡഡ് ബൈ D2 ഇൻറ്റു T2. അതെങ്ങനെ അതിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അത് ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ ആൻസർ കിട്ടുന്നത് 14 അപ്പോൾ 14 സ്ത്രീകൾ ചേർന്നിട്ട് 32 ദിവസങ്ങൾ കൊണ്ട് 12 മണിക്കൂർ വർക്ക് ചെയ്താൽ അതേ ജോലി തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി your turn to answer. Panniyur is connected with which crop? Next, meaning of amble. Next question, a man gets a discount of 30% and then 20% on his food bill of rupees 1,250. How much amount does he has to pay? Leave your answer in the comment box and stay tuned for the next episode. Thank you. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് ന്യൂസ് കേൾക്കണം, അത് മറന്നു പോകരുത്.